അതിൽ രണ്ടാമത്തെ ചോദ്യമാണ് ഷെയ്ഖിനോട്, തിരുകേശം നിങ്ങൾക്ക് ലഭിച്ചത് എങ്ങനെയാണ്? കേട്ടോ, നിങ്ങളുടെ സനത് കേട്ടു, കൃത്യമായി വായിച്ചു കേട്ടു. ഇദ്ദേഹം പറയുന്ന സനത് എന്താണ്? ഇദ്ദേഹം പറയുന്ന സനത് ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുടി നീക്കിയപ്പോൾ അബൂ തൽഹത്ത് റളിയല്ലാഹു അൻസാരി എന്ന സ്വഹാബി അത് വിതരണം ചെയ്യുകയും അതിൽ നിന്ന് അല്പം പലരുടെ കയ്യിലെന്ന പോലെ അൻസാരി വനിതയായ ഉമ്മു സുലൈമിൻ്റെ പക്കലും എത്തുകയും ചെയ്തു. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്ന ഞങ്ങളുടെ പിതാമഹിൽ നിന്നും പരമ്പരാഗതമായി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയിലേക്കും ഉസ്താദ് ഡോക്ടർ ബഹാവുദ്ദീൻ കുരിയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹം ഉമ്മു സുലൈമിൻ്റെ പരമ്പരയുടെ മുടി കിട്ടിയത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയിലേക്കാണ്. അവിടുന്ന് അവിടുത്തെ പരമ്പരയിലൂടെ തുടർന്ന് ഞങ്ങളുടെ കുടുംബത്തിലേക്കും എത്തുക വഴി ലഭിച്ചതാണ്. ഞങ്ങളത് ലഭിച്ചത് മുതൽ റമദാൻ 23 രാവിലെ പ്രദർശിപ്പിക്കാൻ ലഭിച്ചത്. ഇപ്പോൾ അടുത്ത സംഭവം ലഭിച്ചത് അതുപോലെ പ്രദർശിപ്പിക്കാറുണ്ട്. ഈ അദ്ദേഹത്തിൻ്റെ പിതാവ് ജീവിച്ചിരുന്ന കാലത്ത് ഈ പ്രദർശനം എല്ലാ സാധനം ലഭിച്ചിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞ സത്യം ഇവിടെ സുന്നി വോയിസ് തന്നെ കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞാൽ മഹാനായ ആദരണീയനായ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരമ്പരയിൽപ്പെട്ട സയ്യിദ അഹ്ലു ബൈത്ത തങ്ങള അബ്ദുൽ ഖാദിർ ജീലാനി. ബഹുമാന്യനായ ഷെയ്ഖ് റിഫായി മഹാനായ ഷെയ്ഖ് ഹസ്റജി അവർകളുണ്ടല്ലോ, അദ്ദേഹമാകട്ടെ അൻസാരി കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരു ബഹുമാന്യനായ ദേഹമാണ്. അവർ സയ്യിദല്ല, അവർ അഹ്ലു ബൈത്തല്ല, അവർ പിതൃപരമ്പരയിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഇല്ലതാനും. സമയക്കുറവ് കൊണ്ടാണ്. നിങ്ങൾ കൃത്യമായി വീണ്ടും വായിച്ചു കേട്ടാൽ കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ പിതൃപരമ്പരയിൽ കാന്തപുരം ചൂണ്ടിക്കാണിച്ച സനദ് എന്ന് പറഞ്ഞ പരമ്പരയിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ പേര് കാണാൻ സാധ്യമല്ല. എന്നാൽ സാക്ഷാൽ അതേ അഹമ്മദ് കൃത്യമായി അവരുടെ മുഖപത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി വഴിക്ക് കിട്ടിയതാണെന്ന് പറയുമ്പോൾ നോക്കൂ നിങ്ങൾ, പ്രകടമായ വൈരുദ്ധ്യം വന്നില്ലേ? ഒരു ഹദീസിനാണെങ്കിൽ 2 സനത് വരാം, അപ്പം ഹദീസിന് ശക്തി കൂടുക ചെയ്യുക. ഒരു മുടി വരാൻ 2 വഴിക്ക് വരല്ലോ, ഒരു വഴിക്കല്ലേ വരുള്ളൂ. ഇതാ താറല്ല തസാക്കത്ത വൈരുദ്ധ്യം വന്നോ, രണ്ടും പോയി. ഇനി പുതിയ സനത് കൊണ്ടുവരണം കാന്തപുരം. നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഗൗരവതരമായി ഈ കാര്യം നമുക്ക് വൈരുദ്ധ്യം ബോധ്യപ്പെട്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ വിഷയകമായി ജനലക്ഷങ്ങൾക്ക് മുമ്പിൽ ഈ കാര്യം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകന്മാരുടെ ബാധ്യതയാണ്. ഇവിടെ വ്യാജ പ്രസ്ഥാനങ്ങൾ ആര് വന്നാലും, അത് മുജാഹിദ് പ്രസ്ഥാനമാകട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ, തബ്ലീഗ് ജമാഅത്താകട്ടെ, നൂരിഷാ തരീഖത്താകട്ടെ, ഷംസിയ തരീഖാകട്ടെ, ഖാദിയാനി പ്രസ്ഥാനമാകട്ടെ, NDF ആകട്ടെ, സുന്നത്ത് ജമാഅത്തിനെ വഴിപഴപ്പിച്ച സുന്നത്ത് ജമാഅത്തിനെ മാർഗത്തിൽ വ്യതിചലിപ്പിക്കുന്ന ആരെവിടെ വന്നാലും അവരുടെ പൊയ്മുഖം തുറന്നു കാണിക്കുക സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ബാധ്യതയാണ്. ഹബീബായ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് തുറന്നു കാണിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ കൃത്യമായി ഇതിൻ്റെ രേഖ ഇനിയും നമുക്ക് കിട്ടണം. നമ്മൾ കാന്തപുരത്തോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചു. മാത്രമല്ല ഈ കാന്തപുരം അംഗീകരിക്കുന്നുണ്ട് കൃത്യമായ സനത് വേണം, പിൻബലം വേണം, പരമ്പര വേണം. ഇത് എവിടുന്ന് കിട്ടിപ്പോന്നു? ആ കിട്ടിപ്പോകുന്ന പരമ്പരയിലെ ആളുകൾ വിശ്വാസയോഗ്യരാണെങ്കിലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു മുടിയേറ്റം വന്നു, ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയാണ് പറഞ്ഞാൽ അല്ല, നിങ്ങൾക്ക് എന്ത് തെളിവുള്ളത്? ഞാൻ പറയണം, എനിക്ക് തന്ന ആൾ ഇന്നാളാണ്, അയാൾ കൊടുത്ത ആൾ ഇന്നാളാണ്, അദ്ദേഹത്തിന് കൊടുത്ത ആൾ ഇന്നാളാണ്. ആ പരമ്പരയിൽപ്പെട്ട ആൾക്കാർ വിശ്വാസയോഗ്യരാണോ? എന്നാൽ നമ്മൾ അംഗീകരിക്കും. ഇല്ല, എനിക്ക് തന്ന ആൾ മോശമാണെങ്കിൽ, അതിൻ്റെ അപ്പുറത്തുള്ള ആൾ മോശമാണെങ്കിൽ, അതിൻ്റെ അപ്പുറത്തുള്ള ആൾ മോശമാണെങ്കിൽ നമ്മൾ അംഗീകരിക്കുക. ദീൻ്റെ തത്വമല്ലേ? സനദില്ലാതെ ഒരു കാര്യം അംഗീകരിക്കാൻ പറ്റൂല എന്ന് നമ്മൾ മാത്രമല്ല സാക്ഷാൽ കാന്തപുരം പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, കാന്തപുരം പറയുന്നത് സനത് കൊണ്ടാണ്. നമ്മളിപ്പോൾ ഈ സഖാഫികൾക്ക് സനത് കൊടുക്കുന്നത്, അവർ പഠിച്ചതിലുള്ള സനത് കൊടുക്കുന്നത് ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറയായത് കൊണ്ടാണ്. അങ്ങനെ ആ മഹത്തായ സനത് സഹിതം ഇന്ന് നമ്മുടെ മർക്കസ് തഖാഫത്തി സുന്നിയയിലേക്ക് ഈ ഷറഫാക്കപ്പെട്ട ഷെയർ മുബാറക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് ഞാൻ തന്നെ വളരെ കൃത്യമായി നമുക്കിത് സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. സ്ഥിരീകരിക്കപ്പെടാത്ത സനദില്ലാത്ത ഒരു മുടി നബി തങ്ങളുടേതാണെന്ന് പറഞ്ഞ് കാരന്തൂർ മർക്കസിൽ വെച്ചാൽ നമ്മളതിന് ചോദ്യം ചെയ്യൂല. അത് അവരും അള്ളി ആയിക്കോട്ടെ, ഇഷ്ടമുള്ള ആൾക്കാർ വിശ്വസിച്ചോട്ടെ, വെള്ളം കൊണ്ടുപോയിക്കോട്ടെ. ഇതല്ലല്ലോ. ഇത് ജനലക്ഷങ്ങൾക്ക് മുമ്പിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, മംഗലാപുരം വരെ, ബാംഗ്ലൂർ വരെ ഇത് മുക്കിയ വെള്ളം ബക്കറ്റിലാക്കി കൊണ്ടുപോയിട്ട് 101 രൂപ മുതൽ 10,001 രൂപ വരെ വില നിശ്ചയിച്ചുകൊണ്ട് ബോട്ടിലുകൾ സർവ്വവ്യാപകമായി വിതരണം ചെയ്തുകൊണ്ട് ലക്ഷങ്ങൾ കോടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ പേരിൽ പള്ളി ഉണ്ടാക്കാൻ 40 കോടിയുടെ പള്ളിയാണ് പോൽ അതിനുവേണ്ടി 1000ൻ്റെ ടിക്കറ്റുകൾ മുറിച്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വ്യാപകമായി ഈ തരത്തിൽ ജനങ്ങളുടെ കൈവശത്തിൽ നിന്ന്
കാശ് കൈക്കലാക്കാൻ, കാശ് പിരിക്കാൻ വേണ്ടി ഇത് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങൾക്കിടയിൽ ഇത് ബോധ്യപ്പെടുന്ന സമയത്ത് ഇതിൻ്റെ ആധികാരികത സ്ഥിരീകരിക്കേണ്ടതല്ലേ എന്ന ന്യായമായൊരു സംശയം നമ്മൾ ഉന്നയിക്കുന്നു. ആ ആധികാരികത പറയേണ്ട ബാധ്യത, ഉത്തരവാദിത്വം ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവர்களுക്കുണ്ട് എന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് വീണ്ടും അന്വേഷണം തുടർന്നു. അതിനിടയിലാണ് ബഹുമാന്യനായ സാക്ഷാൽ ഷെയ്ഖ് അഹമ്മദ് ഹസ്രജി പ്രസിദ്ധീകരിച്ച അസ്റാറുൽ ആസാരി നബവിയ ഇവിടെ അഷ്റഫ് ഫൈസ് വിശദീകരിക്കാൻ പോവുകയാണ്. കൃത്യമായൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ലോകത്തെ തങ്ങളുടെ എല്ലാ മുടികളും എവിടെ കണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഹസ്രജ് പ്രസിദ്ധീകരിച്ച കിതാബിൽ മാത്രം, ആ കിതാബിൽ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള മുടി മാത്രമല്ല. എന്താ അതിൻ്റെ അർത്ഥം? ഇവിടെ അഷ്റഫ് ഫൈസ് നേരിട്ട് ആ ഗ്രന്ഥം സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം വസ്തുനിഷ്ഠമായി വിശദീകരിക്കും. നമുക്ക് കേൾക്കുമ്പോൾ സംശയം കൂടൂലേ? സംശയം കൂടിയപ്പോഴാണ് ലാസ്റ്റ് നമ്മളിത് എന്നാലും ഇതൊന്ന് ഗുലുമാലാക്കേണ്ട. ഈ ആളുകൾക്കിടെ എന്തൊക്കെ ജോലിയുണ്ട് നമുക്ക്. ഓണംപള്ളി ഫൈസ് പറഞ്ഞ പോലെ അള്ളാൻ്റെ ദീനെ ശക്തിപ്പെടുത്താൻ, ഈ മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങനെ വളരാൻ. ഇപ്പം കാന്തപുരത്തിൻ്റെ ചെയ്തുകൊണ്ട് എൻ്റെ ഉസ്താദ് അഭിനന്ദന സുഹൃത്ത് റഹ്മത്തുള്ള ഖാസിം ഇതാ പറയുന്നത്, അദ്ദേഹം ഇത് തെറ്റായ നിലയിലുള്ള ഈ പ്രചരണം ആരംഭിച്ചപ്പോൾ അതിൻ്റെ ഫലമായി മുജാഹിദ് പ്രസ്ഥാനം നബി തങ്ങളെ അവമതിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അവരൊക്കെ നേരിടേണ്ട നമുക്ക്. അപ്പോൾ ഇങ്ങനെ കൃത്യമായി നമുക്കിത് ബോധ്യപ്പെട്ടത് വിവാദാക്കാതെ കഴിച്ചിലാക്കാമല്ലോ എന്ന് കരുതി അവസാന ഘട്ടത്തിൽ നമ്മൾ ഒരൊറ്റ കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്, എൻ്റെ സമയം കഴിയുകയാണ്. വളരെ കൃത്യമായി അവസാനം നമ്മളിത് വിവാദാക്കാതെ കഴിയാൻ പറ്റുമോ നോക്കി. നമ്മൾ എവിടെ ഇത് പറഞ്ഞിട്ടില്ലല്ലോ, ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇവർ നാട് നീളാണെന്ന് വെള്ളം വിതരണം ചെയ്യല്ലേ, നമ്മളെ വെല്ലുവിളിക്കല്ലേ. ചെറുശ്ശേരി സമസ്തക്കാരുണ്ടെങ്കിൽ വരട്ടെ, അമ്പലക്കടവുണ്ട് വരട്ടെ, തെളിയിക്കട്ടെ. ഇവരെ പ്രസംഗത്തിൻ്റെ ക്ലിപ്പിംഗ് അതൊക്കെ കുട്ടികൾ അയച്ചു തരാണ്, കാണട്ടെ. ഇതാ ഞങ്ങളെ മുടിയുടെ തെറ്റ് പറയട്ടെ. വെല്ലുവിളിച്ച് ഇങ്ങനെ വിറ്റ് നടക്കുമ്പോൾ അപ്പോഴും നമ്മൾ സംയമനം പാലിച്ചു. ഇതിൻ്റെ സത്യം ആ കാന്തപുരം നേരിട്ടും സംസാരിച്ച് ബന്ധപ്പെട്ടെന്ന് ഉറപ്പിക്കാലോ. എന്നിട്ട് വല്ല വഴിയുണ്ടെങ്കിൽ വിവാദം ഒഴിവാക്കാമല്ലോ. കാന്തപുരത്തിന് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, മൂപ്പർ എന്തായാലും നമ്മൾ അടുത്തറിയാം. അതുകൊണ്ട് മൂപ്പർ അംഗീകരിച്ച മുടി കിട്ടിയെങ്കിൽ അംഗീകരിക്കാം, മുടിയെങ്കിലും അംഗീകരിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പരമാവധി വിവാദം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു നേരിട്ട് ടെലിഫോൺ ചെയ്യേണ്ടെങ്കിൽ നേരിട്ട് ടെലിഫോൺ ഇല്ലാത്ത പറഞ്ഞ അനുഭവം ഉണ്ടല്ലോ, അത് ഒഴിവാക്കിയിട്ട് നേരിട്ട് വിശ്വസ്തനായ കാന്തപുരവുമായി അടുത്ത ബന്ധമുള്ള വളരെ ബന്ധപ്പെട്ട ഒരു പ്രശസ്തനായ മഹാനായ തങ്ങളവറുകളുമായി ബന്ധപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് പറയുന്നില്ല, കാരണം അദ്ദേഹം ഇഷ്ടപ്പെടുമോ എന്ന് ഞാൻ അന്വേഷിക്കാത്തത് കൊണ്ട്. മറിച്ച് അദ്ദേഹം നിഷേധിക്കൂല, ഉറപ്പുള്ള കാര്യം. അദ്ദേഹം മുഖേന കാന്തപുരവുമായി ബന്ധപ്പെട്ടു. ഉസ്താദേ, ഈ വിവാദം നിർത്തിക്കൂടെ? അങ്ങനെ തങ്ങളൊരു മുടിൻ്റെ സനത് അവിടെ ഉള്ള മുടിയാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമല്ല, നിങ്ങളെക്കാൾ 100 തവണ ആ മുടിയെ ആദരിക്കാനും അതിട്ട വെള്ളം കുടിക്കാനും വിതരണം ചെയ്യാനും മുന്നിൽ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാ. പക്ഷേ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തരണം. ഒന്നൊരു ചർച്ച നടത്തിക്കൂടെ? ഞങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് ഡിസ്കഷൻ വെച്ചു. ഈ തങ്ങൾ അറിയിച്ചു, കാന്തപുരം വളരെ റെഡിയാണ്, വളരെ സന്തോഷമാണ് നിങ്ങളെ കൂടെ ഇരിക്കാൻ, കാന്തപുരത്തിന് സന്നദ്ധതയാണ് എന്നുള്ളത്. അൽഹംദുലില്ലാ നമ്മൾ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുകയാണ്. എന്നാ ഇരിക്കുന്നത്? ഞങ്ങളെ യോഗത്തിന് മുമ്പായാലും വളരെ 20-ാം തീയതി യോഗം വെച്ചതാ. 20-ാം തീയതി ഇങ്ങോട്ട് മാറ്റിയെന്താ ഒരു പ്രധാന കാരണം എന്നോ, ഈ ചർച്ച ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അദ്ദേഹം പറഞ്ഞു, പക്ഷേ കാന്തപുരം ബംഗ്ലാദേശിലാണ്, 3 ദിവസം കഴിഞ്ഞാൽ എത്തും, എന്നിട്ട് ഇരിക്കാൻ പോരേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കാന്തപുരത്തെ പോലെ വലിയൊരു മനുഷ്യനെ ഈ തിരക്കിനിടയിൽ ഇതിന് ബുദ്ധിമുട്ടിക്കണ്ട. ഇതിപ്പോൾ ഇതിൻ്റെ സനത് കൈമാറാമെന്ന് ബോധ്യപ്പെടാനല്ലേ. അത് കാന്തപുരത്തിൻ്റെ ശിഷ്യന്മാർ വിശ്വസ്തരായ ആരെങ്കിലും 1-2 ആളുകൾ ഏൽപ്പിച്ചാൽ മതി. നമുക്കൊന്ന് ജസ്റ്റ് പുറത്തിരുന്നൊന്ന് അവലോകനം ചെയ്യുക, ഇത്രേ വേണ്ടുള്ളൂ. ഞങ്ങൾ സംശയം ചോദിച്ചു, ഉത്തരം പറഞ്ഞാൽ ഇത് വിവാദമാക്കേണ്ട, ഔദ്യോഗിക ആക്കും വേണമെന്നില്ല, അങ്ങനെ മതിയായിരുന്നു. മൂപ്പര് ബന്ധപ്പെട്ടു. കാന്തപുരമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കാന്തപുരത്ത് എപ്പോഴും ലൈവായി കിട്ടുന്ന ആളാണ്. കാന്തപുരം പറഞ്ഞു, വേണ്ട, എനിക്കെന്നെ അവരെ കൂടെ ഇരിക്കാൻ ആഗ്രഹമുണ്ട്, ഞാനോട് വരട്ടെ, ഒരു 3 ദിവസം കഴിഞ്ഞാൽ ഞാൻ എത്തും എന്ന് പറഞ്ഞു. നമ്മൾ പ്രതീക്ഷയോട് കാത്തിരുന്നു. കാന്തപുരം എത്തി. ഈ ബഹുമാന്യനായ മധ്യസ്ഥനായ തങ്ങൾ എന്നെ മൈസൂരിൽ നിന്നാണ് വിളിക്കുന്നത്. കാന്തപുരം ബാംഗ്ലൂരിലുണ്ട്. ഞങ്ങൾ ടെലിഫോണിൽ ഇപ്പം ദീർഘനേരം സംസാരിച്ചു. ഇപ്പോൾ കാന്തപുരം പറയുന്നത് നമുക്ക് ഉടനെ ഇരിക്കാം, പക്ഷേ ഇത് നമുക്ക് കൈമാറിയ അഹമ്മദ് ഹസ്രജുമായിട്ട് അവനെ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഡീറ്റെയിൽസ് മെയിൽ അയച്ചിട്ടുണ്ട്, ആ മെയിൽ പരിശോധിക്കട്ടെ എന്നിട്ട് ഇരിക്കാമെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു മെയിൽ പരിശോധിക്കാൻ AP ഉസ്താദിന് ഒഴിവില്ലെങ്കിൽ കുട്ടികളെ അറിയിപ്പിച്ച് 2 മിനിറ്റ് കൊണ്ട് മെയിൽ പരിശോധിച്ച് വായിച്ച് റിപ്പോർട്ട് തരും. അതിനുവേണ്ടി ഇത് ഡിലേ ആക്കേണ്ട, ഞങ്ങൾ ഈ പരിപാടി ഇങ്ങനെ നീട്ടി വളരെ അത്യാവശ്യം വൈകി കൊണ്ടുപോവുകയാണ്. അപ്പോൾ കാന്തപുരത്തിനോട് ഇത് ബന്ധപ്പെട്ട് ഉടനെ വിളിച്ചിട്ട് പിന്നെ രാത്രി അദ്ദേഹം വിളിച്ച് പറയുന്നത്, പിന്നെ കാന്തപുരം ഉസ്താദ് പറയണത് ഹമീദ് ഫൈസിനെ പോലുള്ള ആളുകളോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. കാരണം മൂപ്പരെ പോലത്തെ കുറച്ച് ആൾക്കാരുടെ എതിർക്കുന്ന ആൾക്കാരാണ്. അവർക്ക് എന്ത് പറഞ്ഞാലും ഇതൊന്നും ബോധ്യപ്പെടില്ല. പിന്നെ അങ്ങനെ പ്രയോജനം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് വിമർശിച്ച് മുമ്പ് പ്രസംഗിച്ച പ്രസംഗങ്ങളൊക്കെ പിൻവലിച്ചു എന്ന് പത്രത്തിൽ കൊടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ചർച്ചയ്ക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, തങ്ങളെ ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ ചോദിച്ചു.
ആദ്യേ കാന്തപുരം ഇങ്ങനത്താണ് ഉസ്താദ്മാർ പറയുന്നുണ്ട്. ഐക്യ ചർച്ചയൊക്കെ വെച്ചാൽ ഒറ്റ ഒഴിഞ്ഞു മാറി എനിക്ക് അബുദാബി പോകേണ്ട ഒറ്റ പോക്കാ. ഇത് നമുക്ക് ഒരുപാട് അനുഭവമുണ്ട്. ഇപ്പം എനിക്ക് മനസ്സിലായില്ല സംഭവം. തങ്ങളെ ഇങ്ങനെ ഈ ചർച്ച പ്രസംഗങ്ങളിൻ്റെ പഴയതൊക്കെ പിൻവലിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ ശരിക്കും അവർ നമ്മളെ ഉസ്താദ്മാരെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഞാൻ ഏപ്പിൻ്റെ വ്യക്തിപരമായ ഒരു കുറ്റം ഇതുവരെ പറഞ്ഞിട്ടില്ല. പത്രത്തിൽ അദ്ദേഹം പറഞ്ഞ വാസ്തവവിരുദ്ധമായ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് പറയുന്നു മാത്രം. മാന്യത വിട്ടൊന്നും പറയാറില്ല. അദ്ദേഹത്തെക്കുറിച്ച് ആരെയും കുറിച്ച് പറയാറില്ല. പക്ഷേ നമ്മുടെ ആദരണീയരായ ഉസ്താദ്മാരെ കുറിച്ച് കാഫറായി മരിച്ചുപോയി, ചത്തുവീണ് മരിച്ചുപോയി, ഈ തരത്തിലുള്ള ഗൗരവതരമായ പരാമർശങ്ങളും നടത്തി പ്രസംഗിച്ച ആളുകൾ അപ്പുറത്തുണ്ട്. അങ്ങനത്തെ സീഡികൾ അവരും പിൻവലിക്കുക, ഇങ്ങനത്തെ സീഡുകൾ നമ്മളും വരുന്നത് എന്നാ തീരുക? എന്നിട്ട് ചർച്ച നടക്കുമോ ചോദിച്ചു. ശരിയാണോ ആ തങ്ങൾ? ഞാൻ ഒന്നുകൂടി ബന്ധപ്പെട്ടായിരുന്നു. രാത്രി തങ്ങളെന്നെ വിളിച്ച് പേഴ്സണലായി ചില കാര്യങ്ങൾ സംസാരിച്ചു. ഞാനത് പറയുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം കൂടി ഈ പരിപാടിയിൽ സംബന്ധിച്ചിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് കാന്തപുരവുമായുള്ള ബഹുമാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് സത്യത്തിൽ യാഥാർത്ഥ്യം. നമ്മൾ അവസാനം വരെ ചർച്ചയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട്, പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഒരു നിലക്കും ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ആ മധ്യസ്ഥനായ തങ്ങൾ പറഞ്ഞു, എ പി ഉസ്താദ് അങ്ങനെ പറഞ്ഞു പോട്ടെ. എ പി ഉസ്താദിൻ്റെ അടുത്തൊരാളുണ്ട്, ചുള്ളിക്കോട് സക്കാഫി. എനിക്ക് അദ്ദേഹത്തെ അടുത്തറിയില്ല. മൂപ്പരങ്ങളിൽ ഒന്ന് ഫോണിൽ സംസാരിക്കാം, നമുക്കൊന്ന് ഇരിക്കാൻ ചാൻസ് കിട്ടിയാലോ? അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന അങ്ങനെ നല്ല മനുഷ്യന്മാർ കുറേ ഉണ്ട് അതിൽ. ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കാം, പക്ഷേ എ പി ഉസ്താദ് തയ്യാറാകാതെ മൂപ്പരെങ്ങനെ സമ്മതിക്കുമോ? ഞാനും കോൺഫറൻസായി സംസാരിക്കാം ഫോണിൽ, ഞാനും ഉണ്ടാവും ലൈനിൽ, നിങ്ങൾ സംസാരിച്ചോളി പറഞ്ഞു. എന്നായിക്കോട്ടെ. എത്ര മണിക്കാണ്? 4:30 മണിക്ക് കയറും. 4:30 മണിക്ക് ടെലിഫോൺ സംസാരിച്ചു. തങ്ങളും ലൈനിലുണ്ട്. ഈ ചുള്ളിക്കോട് സക്കാഫി എപ്പിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണെങ്കിൽ അദ്ദേഹം മർക്കസിലുണ്ട്. ഞാൻ പറഞ്ഞു നമ്മൾ ആ വിഷയത്തെക്കുറിച്ചാണ് ഫോണിൽ കൂടുതൽ സംസാരിക്കണ്ടല്ലോ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്നൂടെ, ഞങ്ങളെ സമ്മേളനം നടക്കുന്നതിന് മുമ്പായിട്ട് ഇരുന്നൂടെ എന്ന് ചോദിച്ചു. നമുക്ക് ആ സംശയം തീർന്നാൽ ഞങ്ങൾ ഇതിന് വിവാദത്തിനില്ല. ഇല്ലാത്ത മുടിയാണ് നിങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ, നിങ്ങളും പിൻവാങ്ങേണ്ടത് ഗൗരവമുള്ള വിഷയമല്ലേ. അയാൾ പറഞ്ഞു സനത് എന്ന് പറഞ്ഞാൽ, എന്നോട് പറഞ്ഞ കാര്യമാണ് സനത് എന്ന് പറഞ്ഞാൽ മധ്യസ്ഥനായ മാന്യനായ സത്യസന്ധനായ ഒരാളുള്ളത് കൊണ്ട് നിഷേധിക്കൂല. ഇപ്പോൾ ടെലിഫോൺ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് നിഷേധിക്കൂല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ. എൻ്റെ പ്രിയപ്പെട്ട അദ്ദേഹം സനത് പറഞ്ഞ പഴയ കാലത്തിൻ്റെ ഹദീസിൻ്റെ സനതൊക്കെ ഒരു കൂട്ടർ സനത് പറഞ്ഞാൽ വേറെ ആൾക്കാർ ആ സനത് അംഗീകരിക്കുന്നില്ല. അത് ലോകത്ത് പണ്ടേയുള്ള പതിവാണ്. അവർക്ക് ബോധ്യപ്പെട്ടോണമെന്നില്ല. ഈ സനത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കണം, ഞങ്ങളെ കയ്യിലുണ്ടേനും, നിങ്ങൾക്ക് ബോധ്യപ്പെടണമെന്നില്ല. പിന്നെ നിങ്ങളെ കയ്യിൽ നിന്ന് ഞങ്ങൾ കാശ് പിരിക്കണില്ലല്ലോ, ഞങ്ങളെ ആൾക്കാർ. അപ്പോൾ കാശ് പിരിക്കലാണ് മുഖ്യം, അല്ല സനത് സ്ഥിരീകരിക്കാൻ. ഞങ്ങൾ ആൾക്കാരെ കയ്യിൽ നിന്നല്ലേ കാശ് പിരിക്കണത്. പിന്നെ അതിൻ്റെ പുറത്ത് ഞങ്ങൾക്ക് അങ്ങനെ ധൃതിയിൽ നിങ്ങളെ കൂടെ ഇരിക്കാനും സമയമല്ല. ഞങ്ങൾക്ക് വളരെ തിരക്കുള്ള ആളുകളാണ്. ഞങ്ങൾ കോട്ടക്കൽ ഞങ്ങൾ പണ്ട് സമയമുണ്ട്, അതുമായി ബന്ധപ്പെട്ട തിരക്കുകൾ, അതൊക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞ് വിദഗ്ധമായി ഒഴിഞ്ഞു മാറിയിരിക്കുക. ഈ അത്തരം ഒരു സാഹചര്യത്തിൽ അവസാന ഘട്ടത്തിൽ നിർവാഹമില്ല കൊണ്ടാണ് ജനകോടികളെ വഞ്ചിച്ച് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം ചൂഷണം ചെയ്തുകൊണ്ട് തങ്ങളെ പേരിൽ പള്ളി നിർമ്മിക്കാനായി 40 കോടിയും അതിൻ്റെ മീതയും വെള്ളവും ടിക്കറ്റും വിറ്റ് പിരിച്ചെടുത്തുകൊണ്ട് ആളുകളെ വഞ്ചിക്കുമ്പോൾ ഈ യാഥാർത്ഥ്യം ജനസമൂഹം മുമ്പ് സമർപ്പിച്ചില്ലെങ്കിൽ നാളെ റസൂലുള്ളാഹിനെ മഹ്ശറിൽ വെച്ച് കാണുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, മറുപടി പറയാനുണ്ടാകില്ല എന്ന് മാത്രം ബോധ്യത്തിൽപ്പെട്ടത് കൊണ്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അല്ല വേറെ യാതൊരു ദുരുദ്ദേശമല്ല. എ പി ഉസ്താദിനോട് അസൂയയില്ല, അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങളോട് നമുക്ക് എതിർപ്പില്ല, പള്ളി നിർമ്മാണത്തോട് എതിർപ്പില്ല. പക്ഷെ തങ്ങളുടെ പേരിൽ വേണ്ട, തങ്ങളെ പേരിൽ ഇല്ലാത്തത് പ്രചരിപ്പിച്ചാൽ മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ, എൻ്റെ പേരിൽ ആരെങ്കിലും ഇല്ലാത്ത കാര്യം പ്രചരിപ്പിച്ചാൽ നരകത്തിൽ അവൻ്റെ സീറ്റ് അവൻ റിസർവ് ചെയ്ത് കഴിഞ്ഞുവെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിൻ്റെ മുടിനെ ഈ കെ സമസ്ത എതിർക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി മാത്രമല്ല, തങ്ങളുമായി ബന്ധപ്പെട്ട സകലമാന വസ്തുക്കൾക്കും വലിയ പുണ്യവും ആദരവും കൽപ്പിക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ലോകത്തുള്ള ജനകോടികൾ എന്ന കാര്യത്തിൽ ഒരു തർക്കം, ഒരു സംശയമല്ല. പിന്നെ ഞങ്ങളാവട്ടെ ആരുടെ അവസാനത്തിന്റെ തുടക്കമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മുടി കൊണ്ടുള്ള ഈ കളി എന്ന് കാത്തിരുന്ന് കാണാം. നമുക്ക് ഇവിടെ വെച്ച് ഈ വിഷയം അവസാനിപ്പിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല സത്യം സത്യമായി കാണാനും അംഗീകരിക്കാനും സത്യത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവത്തോട് പ്രവർത്തിക്കാനും നാം ഏവർക്കും തൗഫീഖും ധൈര്യവും സൗകര്യവും എല്ലാം ഒരുക്കി തരുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.